മകന്റെ കല്യാണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പോലും പേടിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധ സാഹചര്യവും പശ്ചിമേഷ്യയിൽ വഷളാകുന്ന പ്രതിസന്ധിയും കാരണം മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യത കുറവാണെന്ന് ട്രംപ് തുറന്നു പറഞ്ഞതോടെയാണ് വലിയ ചർച്ചകൾ ആരംഭിച്ചത്. വിവാഹത്തിൽ ഞാൻ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയൊരു സ്വകാര്യ ചടങ്ങാണ് നടക്കുക. പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കും. പക്ഷേ ഇറാനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇത് അതിന് പറ്റിയ സമയമല്ല എന്നാണ് മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞത്. യുദ്ധവും സമാധാന ചർച്ചകളും നിർണായക ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ താൻ കല്യാണത്തിൽ പങ്കെടുത്താൽ മാധ്യമങ്ങൾ തനിക്കെതിരെ വലിയ വിമർശനം ഉയർത്തുമെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഞാൻ പോയാലും കുറ്റം, പോയില്ലെങ്കിലും കുറ്റം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം ട്രംപിനെ പോലെ തന്നെ യുദ്ധ സാഹചര്യം കുടുംബ ആഘോഷങ്ങളെയും പോലും വിഴുങ്ങി തുടങ്ങിയെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കുടുംബവും മാറിയിരുന്നു. സുരക്ഷാ ഭീഷണികൾ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയതോടെ നെതന്യാഹുവിന്റെ ഇളയ മകൻ അവിനർ നെതന്യാഹുവിന്റെ വിവാഹ ചടങ്ങ് പോലും മാറ്റി വെക്കേണ്ടി വന്നതായാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോക രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ലോക നേതാക്കളുടെ ഈ പിന്നോട്ട് പോക്കിന് പിന്നിൽ വിമർശനത്തെക്കാൾ വലിയൊരു ഭയമാണെന്നാണ്. അത് മറ്റൊന്നുമല്ല, ഇറാനും അതിന്റെ പ്രോക്സി ഗ്രൂപ്പുകളും സൃഷ്ടിച്ച അസാധാരണ സുരക്ഷാ ഭീഷണി തന്നെയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി വിമതർ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ സായുധ സംഘങ്ങൾ എന്നിവരുടെ നീക്കങ്ങൾ അമേരിക്കയും ഇസ്രായേലിനെയും അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. വലിയ പൊതുചടങ്ങുകൾ, പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ യാത്രകൾ, കുടുംബ പരിപാടികൾ എന്നിവ പോലും ഇപ്പോൾ സുരക്ഷാ ഏജൻസികളുടെ ഹൈ റിസ്ക് പട്ടികയിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഈ ആഴ്ചയാണ് 48-കാരനായ ട്രംപ് ജൂനിയറിന്റെ വിവാഹം നടക്കുന്നത്. ബെറ്റിന ആൻഡേഴ്സൺ ആണ് വധു. ദി ട്രംപ് ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായ ട്രംപ് ജൂനിയർ ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാമെന്ന സൂചനയും മുമ്പ് നൽകിയിട്ടുണ്ട്. ഈ രണ്ട് സംഭവ വികാസങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: കാലം കാത്തുവെക്കുന്ന ചില കണക്കുകളുണ്ട്. മറ്റൊരു രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത വിധം യുദ്ധത്തിന്റെ തീക്കനലുകൾ കോരിയിട്ടവർ ഇന്ന് സ്വന്തം മക്കളുടെ കല്യാണം പോലും സമാധാനത്തോടെ നടത്താൻ കഴിയാതെ ഭയന്നോടുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നതെന്തോ അത് ഇരട്ടിയായി നമ്മുടെ മുന്നിലേക്ക് തന്നെ തിരിച്ചെത്തും. ലോകത്തെ വിറപ്പിക്കുന്ന ഈ മഹാശക്തിയുടെ ഇന്നത്തെ ഈ ഭയം പ്രകൃതിയുടെ ആ വലിയ നീതി നടപ്പാക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.